എനിക്ക് പോണേ പോണ്ടേ ഡേ അമ്മക്കുട്ടി സൂപ്പർ It's so beautiful, no? Yeah. So nice. എന്തോ ഇത് ഇതിന്റെ ഭംഗി നോക്കിക്കൊണ്ടിരുന്നാ മതി പോണ്ട നമുക്ക് അമ്മരെ കണ്ണിപ്പെടാണ്ടിരുന്നാ മതിയായിരുന്നു നിന്റെ അമ്മ വന്നിട്ടല്ലോടി പിന്നെ ഇന്നലത്തെ കാര്യം തൽക്കാലം പറയണ്ടാ അപ്പോ അങ്കിൾ വരുന്നില്ലേ? ഞാൻ വരാം ബാഗ് എടുത്തിട്ട് നിങ്ങൾ ഇറങ്ങിക്കോ ഹായ് അമ്മ. എപ്പോഴും എത്തിയ അമ്മ ഇന്ന് രാത്രിയില്ലേ കുറ്റങ്ങൾ അമ്മു അതല്ലമ്മേ ഇന്നലെ ഞങ്ങൾ വന്നപ്പില്ലേ. നീ ഭയങ്കര സ്റ്റൈലായിട്ടുണ്ടല്ലോടി നീ വന്നിട്ട് കുറെ നേരമായാ എവിടെയായിരുന്നു ഇത്ര നേരം? കുറച്ച് ലേറ്റ് ആയില്ലേ ഒന്നും പറയണ്ടേ ഇവിടെ ജീപ്പ് പോലല്ലോ ഒന്നും വലിക്കണില്ലേ ഇത് നമ്മുടെ തോമാപ്പിളയുടെ തോമാപ്പിളനെ നീ അറിയില്ലേ ഈ സൗദിയില് നമ്മുടെ മേരിച്ചില്ലേ നേഴ്സിന്റെ പണിയില്ലേ നിന്റെ കൂടെ 4ാം ക്ലാസ് വരെ പഠിച്ചില്ലേ ജീന അവരുടെ അപ്പന്റെ കാര്യം പറയണേ അതെങ്ങനെയാ അവരെയൊക്കെ ഒന്ന് ഓർക്കണെങ്കിൽ ഇടയ്ക്ക് നാട്ടിലേക്ക് വെറുതെ കള്ളം പറയല്ലേ പാച്ചു. നീ എന്തുട്ടി കാട്ടണ? ഞാൻ നിങ്ങളോടല്ല കുട്ടികളോടാ ചോദിച്ചേ. എന്തായാലും ഇവിടെ വരെ കൊണ്ട് എത്തിച്ചല്ലോ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. നീ മര്യാദക്കൊക്കെ സംസാരിച്ചോളൂട്ടാ. ഞാൻ മര്യാദക്ക് തന്നെ സംസാരിക്കണേ. ഇന്ന് വരെ ഇവരെന്നോട് കള്ളം പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ കൂടെ കൂടെ നീ വെറുതെ കാര്യം അറിയാണ്ട് പറയല്ലോ ചിലപ്പോ. അതെ എനിക്കറിയില്ല. പറയും ഇന്നലെ വൈകുന്നേരം ബോർഡിംഗിലെത്തണം നിങ്ങൾ. ഇന്ന് ഉച്ചയ്ക്ക് എവിടെ എത്തിയത്? ഞാൻ പറഞ്ഞല്ലോ വണ്ടി പഞ്ചറായതാണ്. നിങ്ങൾ വെറുതെ കള്ളം പറയല്ലേ. നിങ്ങൾക്ക് എന്തോ പേഴ്സണൽ ആവശ്യം ഉണ്ടായിരുന്നു. എന്തുട്ട് പേഴ്സണൽ ആവശ്യം? അത് എനിക്കെങ്ങനെ അറിയാം? അതെന്ത് തന്നെ ആയാലും ഇവരിവിടെ കൊണ്ടാക്കിയിട്ട് വേണമായിരുന്നു ചെയ്യാൻ. പറഞ്ഞിട്ട് കാര്യമില്ല. അതങ്ങനെ വിടാൻ പറ്റില്ല. നിങ്ങളുടെ കുട്ടികളി കാരണം എത്ര ടൈം വേസ്റ്റ് ആയെന്നറിയോ? ഞാൻ എത്ര ടെൻഷൻ അടിച്ചു. ഇനി ഇവിടുത്തെ ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞ് അഡ്മിഷൻ ആവുമ്പോഴത്തേക്ക് എനിക്ക് ഫ്ലൈറ്റ് മിസ് ആവും. അത്ര വലിയ മല മറിക്കുന്ന പണിയാണെങ്കിൽ നീ പൊക്കോടി. 2 കുട്ടികളെ സ്കൂളിൽ ചേർക്കണം അത്രയല്ലോ. ഹലോ മണ്ടത്തരം പറയരുത്. കുട്ടിയുടെ പോവാൻ നോക്ക്. പാടവരമ്പത്ത് കോലം കൊത്തുന്ന പോലെ അല്ലത്. എന്റെ ജോലിയുടെ സ്ട്രെസ്സും സ്ട്രെയിനും നിങ്ങളെ പോലെ ഒരാൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നടക്ക് രണ്ടും. നീ എന്തൊരു തേങ്ങാട്ടി നീ പറയണേ? നിന്റെ സൗകര്യത്തിന് വേണ്ടിട്ടല്ലേ കൊറേ കാശും ചെലവാക്കി മക്കൾ ഇവിടെ കൊണ്ട് ചേർക്കണേ. അല്ലാണ്ട് ഇവരോടുള്ള സ്നേഹം കൊണ്ടാ. കുട്ടിയോടെ സ്നേഹിക്കണെങ്കിലേ കുട്ടിയോടെ കൂടെ നിന്ന് സ്നേഹിക്കണം. അല്ലാണ്ട് വേറെ എവിടെയെങ്കിലും പോയി കിടന്നിട്ടല്ല. എന്തുട്രീ ഏറ്റവും നല്ല വിദ്യാഭ്യാസം കിട്ടണ ഇവിടെ. നീ പിന്നെ എവിടെയാ പഠിച്ചേ? തൃശ്ശൂരല്ലേ? എന്നിട്ട് നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായാ? ഇല്ലല്ലോ. പഠിപ്പ് കൂടുമ്പോഴേ തിരിച്ചറിവില്ലാണ്ടായി പോർന്നിട്ടാ. നീ പറഞ്ഞല്ലോ പാടത്ത് കോലം കുത്തണവർക്ക് ഈ പറഞ്ഞൊന്നും മനസ്സിലാവില്ലാന്ന്. നിന്നെ പോലുള്ളവർക്കേ നമ്മുടെ മണ്ണിന്ന് പോയി കഴിഞ്ഞാ പിന്നെ ഈ മണ്ണിനോടൊരു പുച്ഛണ്ട്. അതാണ് ആദ്യം മാറേണ്ടത്. നിന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലടി. സ്വന്തം തന്തനും തള്ളനും പോലെ ഒന്ന് പോയി കാണാൻ നേരില്ലാത്ത നിന്റെ ഒക്കെ അല്ലേ ഓന്തടിച്ച് പൊളിക്കാ വേണ്ടേ? അവളുടെ ഒരു സ്കൂളും പിള്ളേർ വല്ല ജയിലെടുക്കും.